സ്കൂൾ തുറക്കുന്നതിൻ്റെ മുന്നോടിയായി നടത്തേണ്ട പ്രാരംഭ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കുലർ കൊടുത്തിരുന്നു. 2-3 പ്രാവശ്യം ഉദ്യോഗസ്ഥന്മാരുടെ യോഗം തന്നെ കൂടിയിരുന്നു. ഒരു 100ഓളം വരുന്ന പോയിന്റുകൾ കൊടുത്തിരുന്നു. പോയിന്റുകൾ വെച്ചാൽ വിവരങ്ങൾ, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. എന്തിനധികം പറയുന്നു, ഒരു ക്ലാസ് അടച്ചിട്ടിരിക്കുന്ന ക്ലാസ്സാണ്. അവിടെ ആ റൂം നന്നായി പരിശോധിക്കണം. കാരണം ഇഴജന്തുക്കളായ നിങ്ങൾക്ക് റൂമിൻ്റെ മൂലയിൽ ഇരുന്നാൽ അതും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പഴയ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം കൊടുത്തിരുന്നതാണ്. സാറിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂൾ തുറക്കാൻ അനുവാദമുള്ളൂ. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു വൈദ്യുതി ലൈനിൻ്റെ പ്രശ്നമാണല്ലോ പറയുന്നത്. ആ വൈദ്യുതി ലൈൻ ഉള്ളപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. കാരണം കുട്ടികളവിടെ ഈ മോനിപ്പോൾ അവിടെ കയറിയത് അവൻ്റെ ചെരുപ്പ് മറ്റും എടുക്കാൻ വേണ്ടിയാണ്. എങ്ങനെ അവിടെ ചെരുപ്പ് പോയെന്നുള്ളവരൊക്കെ അന്വേഷണം വരേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് വളരെ ദുഃഖകരമായ സംഭവമാണ്. നമുക്ക് ഒരു കാരണവശാലും ഇതിൽ കുറ്റക്കാരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നതിന് വേണ്ടി കഴിയില്ല. വിദ്യാഭ്യാസ ഡയറക്ടറും മറ്റു ഉദ്യോഗസ്ഥന്മാരും അവിടത്തേക്ക് പോയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയപരമായി മുതലെടുക്കേണ്ട കാര്യമല്ല. ഒരു അപകടമുണ്ടായി. ആ അപകടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനുഷ്യസാധ്യമായ ഗവൺമെൻറ്റിന് സാധ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇത് കിട്ടിയ അവസരം നോക്കിയിട്ട് അവിടെ കരിങ്കൊടി പ്രകടനം നടത്തുവാനും അനാദരവ് കാണിക്കാനും ഒക്കെ ഉള്ള പരിശ്രമം നടത്തുന്ന ഒരു കാരണവശാലും അത് കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ച കാര്യം അല്ല. ഇപ്പം ഞാനവിടെ പോകുന്നുണ്ട്, ഞാനവിടെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇനി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ റിപ്പോർട്ട് വരാനുണ്ട്. അതേപോലെ തന്നെ സ്കൂളിന് വീഴ്ച പറ്റിയതുകൊണ്ടാണല്ലോ ഇവർ ഈ ഇലക്ട്രിക് ലൈൻ താഴ്ന്നു കിടന്നത്. അല്ലെങ്കിൽ പിന്നെ അവരവിടെ മാറ്റത്തിന് വേണ്ടി ഉള്ള പരിശ്രമം നടത്തണമല്ലോ. എന്തായാലും DGയുടെ വിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IAS അവിടെ ഇപ്പോൾ എത്താറായിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഗവൺമെൻറ് എടുക്കേണ്ട നടപടികൾ, വിദ്യാഭ്യാസ വകുപ്പ് എടുക്കേണ്ട നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കും. ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് എടുക്കേണ്ട നടപടികൾ ഇലക്ട്രിസിറ്റി ബോർഡ് എടുക്കും. മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ മോനോടൊപ്പം തന്നെയാണ് ഗവൺമെൻറ്. മോന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുമെന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. എനിക്കതിനെപ്പറ്റി അറിയില്ല. ഞാനിവിടെ ട്രിവാൻഡ്രത്തേക്കല്ലേ, വിദ്യാഭ്യാസ ഡയറക്ടർ അവിടെ പോയിട്ടുണ്ട്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കും. സ്കൂൾ അധികൃതരുടെ വിശദീകരണം ഇതിനെ ന്യായീകരിച്ചിട്ടുണ്ടെന്ന് ഒരു സ്കൂൾ അധികൃതരും വിശദീകരണം നടത്താൻ വേണ്ടി നിൽക്കണ്ട. ഈ ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വസ്തുത പറയുക എന്നല്ലാതെ അതിനെ വിശദീകരിച്ചുകൊണ്ടും ന്യായീകരിച്ചുകൊണ്ടൊന്നും ഒരു വിശദീകരണവും ഗവൺമെൻറ്റിന് സ്വീകാര്യമല്ല.